ദാരുണമായ ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരുന്നു. ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം ട്രാവലർ മറിഞ്ഞ് 2 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. തിരുനെൽവേലി സ്വദേശി സി പെരുമാൾ, വള്ളിയമ്മ എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതായിരുന്നു ഈ സംഘം. ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപമാണ് ട്രാവലർ മറിഞ്ഞ് 2 പേർ മരിച്ചത്. 15 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. തിരുനെൽവേലി സ്വദേശികളായ 2 പേരാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം ട്രാവലർ മറിഞ്ഞ് 2 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. തിരുനെൽവേലി സ്വദേശി സി പെരുമാൾ, വള്ളിയമ്മ എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു സംഘം. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായി എന്നത് സംബന്ധിച്ചാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്? ഇന്ന് വൈകിട്ട് 6:45 ദാരുണമായ അപകടം നടന്നത്. പൂപ്പാറയ്ക്ക് സമീപം തോണ്ടുമലയിലെ ഒരു കൊടും വളവിൽ വെച്ച് വാഹനം ചിങ്കണ്ണം വെച്ച കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തിരുനെൽവേലി സ്വദേശികളായ കൃത്യതയും സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൂന്നാറിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതായി എത്തിയതായിരുന്നു. ഈ കൊടുംവളവ് തിരിയാൻ സാധിക്കാതെ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു. വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. കുറച്ച് നാട്ടുകാർ ഓടിക്കൂടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ആയിരുന്നു. 15 പേർ, 20ഓളം പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായത്. ഇവരിൽ 15 പേർക്കും നിലവിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 പേർ മരിച്ചു. തിരുനെൽവേലി സ്വദേശിയായ പെരുമാൾ, വള്ളിയമ്മ എന്നിവരാണ് മരിച്ചത്. ബാക്കിയുള്ളവരെ രാജകുമാരിയിലെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സാരമായി പരിക്കുള്ള നിരവധി പേരുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നെടുങ്കണ്ടത്ത് നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരുടെയും സഹകരണം ഉണ്ടായിരുന്നു. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. വാഹനം വലിയ ഒരു കുക്കയിലേക്ക് മറിയുകയായിരുന്നു. വളവുള്ള പ്രദേശമാണ് കൊച്ചി. എങ്ങനെയാണ് ഈ കൊക്ക എന്ന് പറയുമ്പോൾ വലിയ ആഴത്തിലുള്ള കൊക്കയിലെ ഒരുപാട് താഴ്ചയിലേക്കാണോ ഈ വാഹനം മറിഞ്ഞത്? കിരൺ, തീർച്ചയായും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വലിയ വളവുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന പ്രദേശമാണ്. വളവ് ഇറങ്ങി വരുന്ന സമീപത്തെ പ്രദേശത്ത് കൊടുവളവ് വാഹനം തിരിയാതെ വരികയും വലിയ കുപ്പയിലേക്ക് മറിയുകയുമായിരുന്നു. ഇത്തരത്തിലാണ് അപകടം നടന്നത്. കൂടുതൽ നിരവധി ആളുകൾക്ക് സാരമായ പരിക്കേറ്റെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെല്ലാം തേനി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചു. 2 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. പെരുമാൾ, വള്ളിയമ്മ എന്നിവരിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കായിരുന്നു ഈ സംഘം. കിരൺ, ഈ നില ഗുരുതരമായി പരിക്കേറ്റവരുടെ സംബന്ധിച്ച വിവരങ്ങൾ അവരെവിടെയാണ് ഇപ്പോൾ? നമ്മുടെ തേനിയിലെ ആശുപത്രിയിലാണോ അതോ കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിലാണോ? കിരൺ, ഇവരെല്ലാവരെയും പരിക്കേറ്റ എല്ലാവരെയും തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാജകുമാരി ആശുപത്രിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 3 പേർക്കും ഇപ്പോൾ സാരമായ പരിക്കേറ്റുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ മറ്റുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 15 പേർക്കാണ് ആകെ പരിക്കേറ്റിരിക്കുന്നത്. 2 പേര് മരണപ്പെട്ടു. ബാക്കി നിലവിൽ 3 പേരുടെ സാരമായി പരിക്കേറ്റുന്നു. അതീവ ചികിത്സയിലാണെന്നുമാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പരിക്കേറ്റവരെ എല്ലാവരെയും തമിഴ്നാട്ടിലേക്ക് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കിരൺ, ഏകദേശം എത്ര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്? കിരൺ, വൈകുന്നേരം 6:30 ഇതിൽ അപകടം ഉണ്ടായത്. ഈ അപകടം നടന്ന ഉടനെ പ്രദേശത്തെ മറ്റ് വാഹനമുള്ളവർ ഈ അപകട ശ്രദ്ധയിൽപ്പെടുകയും ഇവർ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ഒപ്പം നാട്ടുകാർ ഇവരെ മറിക്കുകയായിരുന്നു. തന്നെ നെടുങ്കണ്ടത്ത് നിന്നും മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് വാഹനം ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ചെയ്തു. രാജകുമാരിയിൽ നിന്നും ശാസൻപാറയിൽ നിന്നുമൊക്കെയുള്ള ആംബുലൻസ് ഈ മേഖലയിലേക്ക് എത്തി. ഇവരെ പെട്ടെന്ന് തന്നെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്നാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് തമിഴ്നാട് തേനിയിൽ ലഭിക്കുന്ന വിവരം. ഇവരുടെ ബന്ധുക്കൾ ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള ബന്ധുവിന്റെ കല്യാണത്തിന് എത്തിയതാണ് അല്ലേ? തിരുനെൽവേലിയിൽ നിന്നുള്ളതാണ് ഇവരുടെ ഈ സംഘം. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ അടുത്ത ദിവസം വിവാഹം നടക്കാതിരിക്കുകയായിരുന്നു. ഇതിലേക്കാണ് 20 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്.
ഈ 15 പേര് ഈ അപകടത്തിൽ വാഹനത്തിൽ 15 പേർക്ക് നിലവിൽ പരിക്കുണ്ട്. 2 പേർ മരണപ്പെട്ടു. പേരുടെ നില ഗുരുതരമാണ്. ഈ മൂന്നാറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററോളം അകലെയുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് അപകടം നടന്നത്. വൈകിട്ട് 6:45 അപകടം. വലിയ കൊടുമുളവ് തിരിയാൻ സാധിക്കാതെ വാഹനം ഏറെ തോട്ടങ്ങളൊക്കെ തിരഞ്ഞ ഒരു മേഖലയിലേക്ക് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ശരി, അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കേരളത്തിലൊരു വിവാഹ ചടങ്ങിലേക്ക് എത്തിയതായിരുന്നു തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികൾ. അവരുടെ വാഹനമാണ് മറിഞ്ഞത്. വലിയൊരു കൊക്കയിലേക്കാണ് മറിഞ്ഞത്. 2 പേർ മരണപ്പെട്ടു. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മറ്റുള്ളവരുടെയും പരിക്കേറ്റിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായത്. ഞങ്ങളുടെ ലേഖകൻ പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്.